കുടുംബാംഗങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എവിക്ഷനാണ് കേട്ടോ അല്പസമയം മുമ്പ് നടന്നത്. കുടുംബാംഗങ്ങൾ മാത്രമല്ല, നമ്മൾ പ്രേക്ഷകരും അത്തരത്തിൽ തന്നെ ആയിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എവിക്ഷനാണ് അല്പസമയം മുമ്പ് ലൈവിൽ നടന്നത്. ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഒരു എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. ചില സിനാരിയോസ് ഇതിന് മുമ്പത്തെ സീസണിൽ നടന്നിട്ടുണ്ടെങ്കിലും ഗംഭീരമായിട്ടുള്ള ഒരു എവിക്ഷൻ പ്രക്രിയയാണ് ഇന്ന് അല്പസമയം മുമ്പ് എപ്പിസോഡിൽ നടന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എവിക്ഷനിലുള്ള 4 പേരെ ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലൊക്കെ വിളിപ്പിച്ചു. 4 പേര്, ഒന്ന് ജിസേൽ, മറ്റൊന്ന് നിവിൻ, നൂറ, ആദില എന്നിവരാണ്. ഇന്നലത്തെ പ്രോമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച പോലെ തന്നെ ലൈറ്റ് വരും, റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അറിയിപ്പ് കിട്ടുമ്പോൾ ആരുടെ നേർക്കാണോ ഗ്രീൻ ലൈറ്റ് ഉള്ളത് ആ ഗ്രീൻ ലൈറ്റ് ഉള്ള വ്യക്തി സേഫ് ആവും. ആദ്യത്തെ 2 റൗണ്ടിലായിട്ട് നൂറയെയും നിവിനെയും സേഫാക്കി. പിന്നീട് 2 പേര്, ആദില, ജിസേൽ, ഇവരിൽ ആരായിരിക്കും പുറത്ത് പോവുക? ഭയങ്കര ടെൻഷനിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പ്ലാസ്മ ടിവിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് കുടുംബാംഗങ്ങൾ. ആദിലടുത്ത് ചോദിച്ചു ആദിലയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന്. അതിൽ പറഞ്ഞത് അനുമോളുടെ പേരും ജിസേൽ പറഞ്ഞത് ആരിൻ്റെ പേരുമാണ്. ഇവർ 2 പേരെയും ആക്ടിവിറ്റി ഏരിയയിലൊക്കെ ബിഗ് ബോസ് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവരോട് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കുന്നു. 2 ആൾ അവസാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു. ആര്യം പറയുന്നത് ഇത് അവസാന വാക്കല്ല, അത് അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം എന്ന്. എന്നാൽ അനുമോൾ പുറത്ത് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു വിഷയം അവിടെ അവസാനിപ്പിച്ചു. ഇത് കഴിഞ്ഞ് 2 പേർക്കുമായിട്ടൊരു ക്യൂ കാർഡിൽ ഇഷ്ട സന്ദേശം എഴുതി കൊടുക്കാനായിട്ട് ബിഗ് ബോസ് അറിയിച്ചു. അനുമോളും ആര്യനും 2 ആക്കുമുള്ള ആ ഒരു ഇഷ്ട സന്ദേശം എഴുതി കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ബ്ലൈൻഡ് ഫോൾസ് ധരിക്കാൻ പറഞ്ഞിട്ട് 2 പേരും പുറത്തേക്ക് കൊണ്ടുപോയി. പിന്നെ അവർക്ക് എന്താ സംഭവിക്കാമെന്ന് നമ്മൾ പ്രേക്ഷകരാണെങ്കിലും ബിഗ് ബോസ് കുടുംബാംഗങ്ങളാണെങ്കിലും അറിയുന്നില്ല. ആകെ ടെൻഷനിലാണ് കേട്ടോ ഇവരെല്ലാവരും. ഇത് എന്താ ബിഗ് ബോസ് എന്ന്. പിന്നീടാണ് ബിഗ് ബോസിൻ്റെ അറിയിപ്പ് വരുന്നത്. അനുമോളും ആര്യനും മാത്രം മെയിൻ ഡോറിൻ്റെ അവിടെ വരെ, ബാക്കിയുള്ളവരെല്ലാം പുറത്തു നിൽക്കാൻ. ബോസിൻ്റെ ടൈറ്റിൽ സോങ് ഇട്ടിരിക്കുകയാണ്. ഈ ഒരു സോങ് ഇടുമ്പോൾ തന്നെ അവരുടെ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കുടുംബാംഗങ്ങൾ. ആരായിരിക്കും, ആദിലയാണോ ജിസേലാണോ? ആദില പോകും, ജിസേൽ തിരിച്ചു വരും എന്നാണ് മെജോറിറ്റി എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആദില വീട്ടിലെത്തിയിരിക്കുകയാണ്. ആദില കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ അവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ജിസേൽ വരുന്നില്ല, ജിസേൽ ഉണ്ടാകുമെന്നാണ് ആരും കരുതിയത്. പക്ഷേ ജിസേൽ ഉണ്ടായില്ല. നേരെ വാഷ്റൂം ഏരിയയിലേക്ക് പോകുന്നു. പൊട്ടിക്കരയുന്ന ആര്യനെയാണ് കാണുന്നത്. അമ്മ വന്നപ്പോൾ പോലും ആര്യം കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ആരും പറയുന്നുണ്ട് എൻ്റെ കരച്ചിലൊക്കെ ഇവിടെയാണെന്ന്, അല്ലാതെ ഇവിടെ അല്ല എന്ന്. പക്ഷേ ഇന്നെന്തോ ആരും ഭയങ്കര കരച്ചിലായിരുന്നു. ഇത് ആക്ടിങ് ആയിരുന്നോ എന്നൊരു സംശയം ഇല്ലാതില്ല. ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് പലയിടങ്ങളിലും പോയിട്ട് ആര്യം കരുന്നതായിട്ടൊക്കെ കണ്ടു. ആര്യം കഴിഞ്ഞ 2 ദിവസം എടുക്കുകയാണെങ്കിൽ ആര്യം ജിസേലിനെ ഒഴിവാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സമയത്ത് ഒരു എവിക്ഷനോട് വന്നപ്പോൾ ആര്യന് അത് ഭയങ്കര ഷോക്കായി. അത് പുറത്ത് നെഗറ്റീവ് തനിക്ക് വരുമെന്ന് കരുതിയിട്ടായിരിക്കാം ഇപ്പോൾ കരച്ചിൽ പ്രഹസനം നടത്തിയ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ആര്യൻ അങ്ങനെ കരയുന്ന ഒരു വ്യക്തിയല്ല. അത് ആരും തന്നെ പറഞ്ഞിട്ടുണ്ട്. വിഷമമുള്ളപ്പോൾ ആളിങ്ങനെയല്ലെന്ന്. പിന്നെ എന്താ ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയെന്നൊക്കെ കാണുമ്പോൾ അതൊരു ഫേക്ക് ഇമോഷൻ പ്രകടനം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജിസേൽ പുറത്തു പോയി ലാലേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. ആദില വീടിൻ്റെ അകത്തേക്കും കയറി. ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു എവിക്ഷൻ പ്രക്രിയ അടിപൊളിയായിരുന്നു കേട്ടോ. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതുവരെ ഒരു സീസണിലും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എവിക്ഷൻ പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ചില സിനാരിയോസ് സെയിം ആണെങ്കിലും ചിലതൊക്കെ നല്ല രസമായിട്ട് തോന്നി കണ്ടിരിക്കാനും. നമ്മളെപ്പോലും ഭയങ്കര ആകാംക്ഷയോടുകൂടി കണ്ടിരിക്കുന്ന രീതിയിലേക്കായിരുന്നു കേട്ടോ ആ ഒരു എവിക്ഷൻ പ്രക്രിയ ഉണ്ടായിരുന്നത്. അതെനിക്ക് രസമായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ. ആ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആര്യൻ എത്തിയിരിക്കുകയാണ്. ജിസേൽ പോയി. ജിസേൽ ഇല്ലാത്ത ആര്യൻ്റെ കളി എന്തായിരിക്കും? അതെന്താണെങ്കിലും ആരും തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് മൺഡേ മുതൽ എങ്ങനെയാണ് കളിക്കേണ്ടത്. ആ കളി ലൈവിൽ ഉണ്ടാകും, നമുക്കത് കണ്ടറിയാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.